posters are up and the music is blaring. As Kerala goes to the polls to elect a new assembly, it's grappling with an array of issues. For one, religious organizations like this church find themselves in the thick of the political battle. ഏതെല്ലാം മേഖലകളിൽ ഏത് തരത്തിൽ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് കിട്ടും, അതിൻ്റെ അപ്പുറത്തൊരു ചിന്തയില്ല. വോട്ട് കിട്ടാനായിട്ടുള്ള മാർഗമായിട്ട് മതത്തെയും മതാനുയായികളെ അവരുപയോഗിച്ച് തുടങ്ങി. അങ്ങനെ വീതം വെപ്പായി ഓരോ തരത്തിലും എത്ര വരാൻ പറ്റും, ഏത് രീതിയിൽ എത്ര സീറ്റ് കിട്ടും, ഏത് രീതിയിൽ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ തരത്തിലും മത നേതാക്കന്മാരെ പിന്നിക്കാലത്ത് നോക്കിയപ്പോഴത്തേക്ക് ചില മത നേതാക്കന്മാർ അല്ല മതങ്ങളിൽപ്പെട്ടവരൊക്കെ നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തല്ലേ, ഒരു UDFന്റെ കാലത്തല്ലേ, LDFന്റെ കാലത്ത് ഇത്രയും സീറ്റിൽ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു, എന്തുകൊണ്ട് മറ്റേ കിട്ടുന്നില്ല എന്നുള്ളതിൽ അവകാശവാദവുമായിട്ട് തോന്നുന്നു. പക്ഷേ തുടക്കത്തിൽ Despite the use of religion, many of the 140 assembly seats in this election will be won or lost on the basis of local issues. And for people buying groceries here, there's good reason to be happy. അല്ലല്ല, ഇപ്പോഴത്തേത് പറഞ്ഞാൽ ഇപ്പം പൊതുവെ മാർക്കറ്റ് വില കുറഞ്ഞ ടൈമല്ലേ വെജിറ്റബിൾ എല്ലാത്തിനും. ആദ്യം വെളുത്തുള്ളി 300 ഇപ്പൊ നേരെ പകുതി ഇല്ല, കാൽഭാഗം 80 രൂപ. അതേമാതിരി സവാള 70, അതിപ്പം ഇവിടെ 10 രൂപയുള്ള ലെവൽ. ഒരുപാട് മാറ്റം വന്നില്ല. ഇലക്ഷന്റെ ടൈമിൽ ഇത്ര കുറവാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരാളായിരുന്നു. ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയാൽ ആ മണ്ഡലത്തിൽ ഇറങ്ങിയത് ജനങ്ങളെ പ്രശ്നങ്ങൾ അറിയുന്നു, അന്വേഷിക്കുന്ന ഒരു നേതാവായിരുന്നു. അതായത് ഇലക്ഷന് മുൻകരുതൽ കൊണ്ട് ഇലക്ഷന്റെ ടൈം വരുമ്പോൾ മാത്രം ജനങ്ങൾക്ക് ഇറങ്ങിച്ചെല്ല അങ്ങനത്തെ ഒരാളായിരുന്നു. Here on the busy streets of Thiruvananthapuram, people insist they'll focus on the politics of development and not religion or community. അല്ലാതെ പുള്ളി ഇവിടെ ഒരു കൂടുതൽ നായന്മാര് ഹിന്ദുക്കളുള്ള സ്ഥലമായതുകൊണ്ടൊന്നും അല്ലല്ലോ. അല്ല, കൂടുതൽ ജോലി ചെയ്തുകൊണ്ടായിരിക്കും. പണിയൊക്കെ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് പുള്ളിക്ക്. അതുകൊണ്ടാണ് ഇപ്പോഴും കുറച്ച് അങ്ങേരൊക്കെ വരുന്നത്. പോയപ്പോൾ നിന്നാ അങ്ങേരെ വോട്ടിന് തോറ്റത്. But with a cocktail of issues at stake, anyone could emerge winner in the battle between the UDF and LDF.